ഗെറ്റ് സെറ്റ് ബേബി അല്ല, റൺ ബേബി റൺ. അയ്യോ, സിനിമ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമൂന്നിൻ്റെ പുതിയ പടം. ഈ സിനിമയ്ക്ക് എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളൊരു അരോചകമായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടർ, പുള്ളി നമുക്കറിയാം ആക്ഷനും ബാക്കിയുള്ള സാധനമൊക്കെ സ്ക്രീൻ പ്രസൻസിൽ കിട്ടിലം പോലെ ചെയ്യുന്ന നമുക്കറിയാം. അതിപ്പം മാർക്കുള്ള നമ്മൾ കണ്ടു, പുഷ്പം പോലെ ആക്ഷൻ ആയാലും ബാക്കിയുള്ള സംഭവങ്ങളായാലും ചെയ്യും. ഇത് ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഭയങ്കര കോമഡി കാണിക്കേണ്ട, ഭയങ്കര ടൈമിങ്ങിൽ പെർഫോം ചെയ്യേണ്ട, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി ഇങ്ങനെ മസിലും പിടിപ്പിച്ച് ആചാരബോഹമായിട്ട് സ്ക്രീനിൽ നിൽക്കുകയാണ്, സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഹമ്പിളായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അതിലേക്ക് പുള്ളി വീഴുന്നില്ല, ആ ക്യാരക്ടറിലേക്ക് വീഴുന്നില്ല. അപ്പം ക്യാരക്ടർ ഇവിടെ, ഉണ്ണിമൂന്നൻ ഇവിടെ, ഇങ്ങനെയാണ് പോകുന്നത് പടം. അതാണ് എനിക്ക് ഫസ്റ്റ് മെയിനായിട്ട് തോന്നിയിട്ടുള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഞാൻ സത്യം പറയട്ടെ, ഇത് ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വന്ന് തെറി വിളിക്കും, നിങ്ങൾ വിളിച്ചോടെ, ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നതേ ഉള്ളൂ. ഈ ഒരു ക്യാരക്ടർ നിവിൻ പോളൊക്കെ നല്ല പുഷ്പം പോലെ ചെയ്യുന്ന ക്യാരക്ടറാണ്. പുള്ളിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യും. അത് ഇപ്പം ആസിഫ് അലി ആയാലും അതെ, ഈവൻ പൃഥ്വിരാജിനെ പോലും സത്യം പറഞ്ഞാൽ ആ രീതിയിലേക്കൊന്ന് മാറി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പുള്ളിക്ക് ശ്രമിക്കുന്നുണ്ട് പുള്ളി, പക്ഷെ അത് പറ്റുന്നില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, 2 ലെയറായിട്ട് ഇങ്ങനെ പോവാണ്. ഉണ്ണിമൂന്തൻ്റെ ആ ഒരു ക്യാരക്ടറിലേക്ക് പുള്ളി വീഴുന്നില്ല, ഉണ്ണിമൂന്തനായിട്ട് തന്നെ നിൽക്കുകയാണ്, ആ ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറിയിലും അതേ ഒരു പ്രശ്നമാണ്. അത് കോമഡി, ഒരു ഫ്ലോ വേണം, നമ്മൾ ഒഴുക്കെന്ന് പറയില്ല, ആ ഒഴുക്കില്ല. അതാണ് മെയിനായിട്ടുള്ള നമുക്ക് സിനിമ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം. ഞാൻ പറഞ്ഞത്, ഇത് ഫാമിലിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റും. ഫാമിലിയായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ്, അതൊരു തർക്കമില്ല. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തേക്കാം, ചിലപ്പോൾ ഫീൽ ചെയ്യാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു. നിങ്ങൾ പോയിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനുള്ളത് എടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു രീതിയിൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ്, കോളേജ്, പിന്നെ അവൻ്റെ ജോലി കണ്ടുപിടിക്കുന്നത്, അവൻ്റെ ഒരു വളർച്ചയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അതിൽ കുറച്ചൊരു ജമ്പ് ഉണ്ട്, നമുക്കിങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ അത് അവർ മെയിൻ കഥ സെക്കൻഡ് ഹാഫ്, അതായത് സെക്കൻഡ് ഹാഫ് അല്ല, ഫസ്റ്റ് ഹാഫ് തീരുന്ന എടുത്തിട്ടാണ് മെയിൻ കഥ വരുന്നത്. അപ്പം അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവാണ്. അപ്പം അതെനിക്ക് തോന്നുന്നു എഡിറ്റിംഗ് ടേബിളിൽ എത്തിയപ്പോൾ സംഭവിച്ചതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഡയറക്ടർ കട്ടിൽ ചിലപ്പം കുറച്ചും കൂടി ഉണ്ടാവാം, ഇത് ട്രിം ചെയ്തെടുത്തപ്പോൾ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തെടുത്തപ്പോൾ ചിലപ്പം കുറച്ചൊരു ജമ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നി. വിഷ്ണു ഗോവിന്ദാണ് സംവിധാനം, സാം സിയസിൻ്റെ മ്യൂസിക്കൊക്കെ ആവറേജ് ആണ്. ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് ഒരുപാട് സ്ഥലത്തുണ്ട്, അനാവശ്യമായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിൽ ചിലപ്പോൾ 2 പാട്ടൊക്കെ വരുന്നുണ്ട്. ആ പാട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ മെയിനായിട്ടുള്ള ഡയലോഗ് പറയുന്ന സീനുകൾ പോകുന്നുണ്ട്. അപ്പോൾ അത് മ്യൂട്ട് ചെയ്തിട്ട് ഡയലോഗ് നമ്മൾ ലിപ്പ് മാത്രമേ കേൾക്കുകയുള്ളൂ, പാട്ടാണ് പോകുന്നത്. പാട്ട് നമുക്ക് മൈൻഡിൽ നിൽക്കുന്ന ഒരു പാട്ടുമില്ല, എല്ലാം ഏകദേശം ഒരേ ഒരു ചരടിൽ കെട്ടി വെച്ചിട്ടുള്ള, ഒരേ ടോണിൽ, ഒരേ ട്യൂണിൽ വരുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലാണ് പാട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടും കുറച്ചും കൂടി നമ്മളൊന്ന് ഒഴുക്കി ആ ഒരു സിനിമയിലേക്ക് കുറച്ചും കൂടി ഒന്ന് നീങ്ങുന്നുണ്ട്, ആ ഒരു സിനിമയിലേക്ക് നമ്മളൊന്ന് വീഴുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ഒരു അച്ചിലെന്ന് മാത്രമല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വാശി നോക്കിയായിരുന്നു, എന്താ സമയം പോവാത്തേന്നുള്ള രീതിയിൽ. ആ നിഖിലയാണ് നായികയായിട്ട് വരുന്നത്. അപ്പം നായികയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതാ പറഞ്ഞു, ഉണ്ണിമുകുന്ദന് ആപ്റ്റായിട്ടുള്ളൊരു റോളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. നിങ്ങൾ പോയി കണ്ടു നോക്ക് ഗെറ്റ് സെറ്റ് ബേബി. ഫാമിലി ആയിട്ട് കിട്ടില്ല, 100% ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്, അതിൻ്റെ ഒരു തീം അങ്ങനെയാണ്, IVF ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ പുറകിലുള്ള സംഭവങ്ങൾ, പാർട്ട്നേഴ്സും നമ്മളുടെ ഫാമിലി സംഭവങ്ങളൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അവർ. അതിൽ ഈ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. അങ്ങനെ പോയിട്ട് സിമ്പിളായിട്ട് തുടങ്ങി സിമ്പിളായിട്ട് തീരുന്ന ഒരു സിനിമ തന്നെയാണ്. ഫാമിലിനെ ഫോക്കസ് ചെയ്തിട്ട് എൻ്റർടൈനിങ് ഉള്ള രീതിയിൽ എടുത്തതാണെങ്കിൽ ഫാമിലി ഫോക്കസ് ഓക്കെയാണ്, പക്ഷേ എൻ്റർടൈനിങ് ഉള്ള രീതിയിൽ നമുക്ക് ഓക്കെ അല്ല. പുള്ളിയുടെ കോമഡി ടൈമിങ്ങിലൊക്കെ ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അയ്യോ അയ്യോ അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ചിലപ്പം വരുമായിരിക്കും നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ചിലപ്പോൾ പുള്ളി ഇമ്പ്രൂവ് ആവായിരിക്കും. നമ്മൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാക്കണമല്ലോ. നെഗറ്റീവ് പോസിറ്റീവ് പറയുമ്പോൾ എടുക്കുന്ന അതേ വൈബ് തന്നെ നെഗറ്റീവിൽ എടുക്കണേ, അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് വേണം. അതിപ്പം കാണുന്ന വ്യൂവേഴ്സ് ആയാലും ചെയ്യുന്ന ആക്ടേഴ്സ് ആയാലും ആരായാലും, കാരണം അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളുടെ തെറ്റെന്താണെന്ന് ഒരാൾ കാണിച്ചു തരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി അതാണ് തെറ്റ്, അപ്പോൾ നെക്സ്റ്റ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ. എന്താണ് തെറ്റ് നമുക്ക് മനസ്സിലായി, അപ്പോൾ ആ തെറ്റ് നമ്മൾ എടുക്കുന്നു, നെക്സ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് നെഗറ്റീവ് നമ്മൾ ക്രിറ്റിസിസിനെ കാണുന്നത്. അല്ലാണ്ട് ഞാൻ ചെയ്തതെല്ലാം എൻ്റെ ഉപ്പാക്കൊരു ആന ഉണ്ടായതോടെ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലല്ലോ.
അത് ഏതൊരു ഫീൽഡായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. സോ എൻ്റെ ഒപ്പീനിയൻ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ പോയി കണ്ടു നോക്കുക. എന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് പറയടേ.